യുവാക്കളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി സർക്കാർ സംസ്ഥാനത്തുടനീളം കളിക്കളകൾ നിർമ്മിക്കുകയാണ്. എന്നാൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥിരമായി വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരുപറ്റം യുവാക്കളെ കളിയിൽ നിന്നും വിലക്കുകയാണ്. മേഖലയിലെ യുവാക്കളിൽ നിന്നും കായിക പ്രേമികളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഉയരുന്നത്. കരുണാപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി തയ്യാറാക്കിയ റിപ്പോർട്ട്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയുടെ കരങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനായി കളിക്കളങ്ങൾ ഒരുക്കുവാനാണ് സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ജനങ്ങളോടും ആവശ്യപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൂട്ടാറ്റിലാണ്. ഇവിടെ കരുണാപുരത്തെയും കൂട്ടാറ്റിലെയും ഒരു കൂട്ടം യുവാക്കൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് കളിക്കളങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ യുവാക്കളെ കളിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേതാക്കൾ അങ്ങനെ പലതും പറയും, ഗവൺമെന്റ് അങ്ങനെ പലതും പറയും. ഞങ്ങളിവിടെ പ്രാദേശിക നേതാക്കൾക്ക് പ്രാദേശികമായി ഞങ്ങൾ എടുക്കുന്നതാണ് തീരുമാനമെന്നൊക്കെയാണ് ഇവർ ഈ യുവാക്കളോടൊക്കെ തന്നെ പറയുന്നത്. ഇന്നലെ എന്താണെങ്കിലും ഇവര് കരോള് നടത്തി പിരിവിട്ട് മേടിച്ച നെറ്റും അതുപോലെ തന്നെ ബോളും ഒക്കെ തന്നെ പഞ്ചായത്ത് അധികൃതർ എടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേശയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. എന്താ കളിക്കാൻ സമ്മതിക്കുന്നില്ലേ? കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരു 5 പതിറ്റാണ്ടായിട്ട് വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. നിലവിൽ അവിടെ ആയിരുന്നു കോർട്ടുണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു കോർട്ടൊക്കെ സജ്ജമാക്കി നെറ്റൊക്കെ കരോള് നടത്തി മേടിച്ച് പന്തൊക്കെ മേടിച്ച് കളി തുടങ്ങിയതാണ്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി സെക്രട്ടറി വാക്കത്തിയായിട്ട് വന്നത് കണ്ടിച്ചെടുക്കൊണ്ട് പോയി. സെക്രട്ടറിയും മറ്റു ആളുകൾ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കൊണ്ടുപോയത്. അപ്പം പിന്നീട് ഇവിടെ കടന്നു കയറി കഴിഞ്ഞാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും, ആ രീതിയിലുള്ള ഒരു സംസാരം വന്ന് ഞങ്ങൾ മറ്റാക്രമണങ്ങളിലേക്കൊന്നും പോയില്ല. ഞങ്ങൾ ആ ബോൾ കൊണ്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നെറ്റ് വന്ന് കണ്ടിച്ചോണ്ട് പോകുമായിരുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്കെതിരെ യുവാക്കൾക്കെതിരെ ഒക്കെ സർക്കാർ മുതലിൽ അതിക്രമിച്ചു കയറി കാല് നാട്ടി എന്നുള്ള രീതിയിൽ അതിക്രമിച്ചു കയറി എന്നുള്ള പരാതിയൊക്കെയാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അത്തരത്തിൽ കേസെടുക്കുമെന്നാണ് പറയുന്നത്. കേസെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇവിടെ 2 ദിവസം മുമ്പ് ഈ നെറ്റ് പന്ത് കളി തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ജീവനക്കാരും മറ്റു മെമ്പർമാരെല്ലാം ഉണ്ടായിരുന്നു. അവർ പോലീസിനെയും വിളിച്ചു വരുത്തി ഞങ്ങളെ ഒഴിവാകണമെന്ന നിലയിൽ പറഞ്ഞു. അപ്പൊ അവരോട് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവാത്ത രീതിയിൽ 5 മണിക്ക് ശേഷമാണ് ഇവിടെ പന്ത് കളിക്കുന്നത്. ഇത് കാലങ്ങളായി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ യാതൊരു ആക്രമണമില്ല. ഇനി അതല്ല, ഈ പന്ത് കളിക്കുന്ന സ്ഥലം കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, വികസന പ്രവർത്തനത്തിന്റെ പേരിലാണ് ആവശ്യം വന്നാൽ വിട്ടുതരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ടാണ് ഇന്നലെ ബലമായി അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് ഉച്ചയ്ക്ക് വന്ന് ഈ നെറ്റ് കണ്ടിച്ചുകൊണ്ട് പോവുകയും ഇവിടെ ഈ കൂട്ടാറിലെ കായിക പ്രേമികളെയും യുവാക്കളെയും ഈ രംഗത്തേക്ക് കടത്തിവിടാതെ വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇനിയിപ്പോ എന്താ കളിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ ഒരുപാട് പേരുടെ ഒരു കഠിനാധ്വാനാണ്. കഴിഞ്ഞ കൊടും തണുപ്പിലാണ് കരോളിന് പോയി കഷ്ടപ്പെട്ട് രാത്രി കയറി ഞങ്ങളുള്ള പൈസ, അന്നേരം വേറെ പൈസ ഒന്നും പിരിവിടാനൊന്നും ഇല്ലാതെ അതിന് 10,000-2000 രൂപയുടെ നെറ്റാണ്. നല്ല നെറ്റും മേടിച്ച് ഒരു ബോളും മേടിച്ച് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആ ഒരു കളിക്കളം വരട്ടെ, കൂട്ടാറിന് നല്ലൊരു മാറ്റം വരട്ടെ. പണ്ട് ഒരുപാട് 10-100 പേരൊക്കെ കളിയാണാൻ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ ആയിരുന്നു ഗ്രൗണ്ട് നിലനിന്നിരുന്നത്. അപ്പം അത് ബാങ്കി വന്നതിന് ശേഷം ഞങ്ങൾ മാറി തന്നോളാന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പം അന്നും പറഞ്ഞ് താൽക്കാലികം നിങ്ങൾക്ക് പിന്നെ കളിസ്ഥലം തരാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇട്ടതാണ് ഈ മണ്ണും കാര്യങ്ങളും എല്ലാം. അപ്പം അന്ന് പറഞ്ഞ ഭരണസമിതി പറഞ്ഞുകൊണ്ട് മണ്ണും കാര്യങ്ങളും ഒക്കെ ഇട്ട്, അത് കഴിഞ്ഞപ്പം കാലാവസ്ഥയും സാമ്പത്തിക പ്രശ്നം കൊണ്ടൊന്നും തുടർന്ന് പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആ കൂട്ടാറിനെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടി, ഈ എല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി വൈകുന്നേരം ഒരു ചെറുതായിട്ട് ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു മത്സരമൊക്കെ കാഴ്ചവെച്ച് പഴയ പോലെ കൂട്ടാറിനെ ഒന്ന് ഉണർത്തി സെറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ നോക്കിയത്. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയത്തില്ല, നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത് ഞങ്ങളിപ്പം. അതെ, അങ്ങനെ തന്നെയാണ്. യുവാക്കൾ കളിച്ചു വളരട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയുവാനുള്ളത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളതും അതുതന്നെയാണ്. കഷ്ടം എന്നല്ലാതെ വേറൊന്നും ഇതിന് പറയുവാനില്ല. കൂട്ടാറ്റിൽ നിന്നും അനീഷ് പി, ഇടുക്കി വിഷൻ ന്യൂസ്.